ഹലോ മക്കളെ, ദിൻഷാച്ചാറാണ് ആൻഡ് വെൽക്കം ബാക്ക് ടു സയോറ. വീഡിയോ കാണുന്ന എല്ലാ മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഹാപ്പി അല്ലേ? നിങ്ങൾ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ആവില്ലേ? മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാനോ വേറെ പണിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സ്കൂളില്ല, ട്യൂഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ വീട്ടിൽ തന്നെ ആയിരിക്കും എല്ലാവരും. സേഫ് അല്ലേ? നിങ്ങൾ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? മഴയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. സോ ഈ ഒരു മഴ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് പുറത്തേക്ക് ഇറങ്ങരുത്, അല്ലാതെ അങ്ങോട്ട് പോയതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പ്രായം അതല്ലടാ, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വൈബ് ഉണ്ടാവും. പുറത്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ നല്ല വെള്ളമൊക്കെ കാണുന്ന സമയത്തൊന്ന് ഇറങ്ങാനും തോട്ട് പോയി ചാടാനൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ നിങ്ങളെ സേഫ് ആക്കിയിട്ട് മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. സോ നിങ്ങൾ ഡേഞ്ചർ ആണോ ചോദിച്ചാൽ ഡേഞ്ചർ ആണ്. കാരണം എപ്പോഴാ എന്താ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യാം. ബാക്കി എൻജോയ്മെന്റ്സും കാര്യങ്ങളും ഒഴിവാക്കണം എന്നൊന്നും ഞാൻ പറയണില്ല. സോ നിങ്ങളെ കാര്യം സേഫ് ആക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ബോബോ സീരീസിലെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിലേക്ക് പോകുന്നതിന്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ റിലീസ് ചെയ്തത്, അതായത് സോണ്ട് വേവ്സുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിരുന്നു. ആ ഒരു വീഡിയോക്ക് നിങ്ങളെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോൺസും ഫീഡ്ബാക്കും എന്ന് പറയുന്നത് എന്താ പറയാ, എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. കാരണം ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് കിട്ടും എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയധികം സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഓക്കെ. സോ നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ്സ് ഇഷ്ടമാവുന്നുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ട്, നിങ്ങൾക്ക് അത് വെച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. സോ മക്കൾ എന്ത് ചെയ്യാം, ഈ ഒരു സപ്പോർട്ട് മുന്നോട്ട് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയൊരു പ്രചോദനമാവും. ഓക്കെ. അതേപോലെ ഞാനിപ്പോൾ നിങ്ങളോട് എൻ്റെ ചാനൽ പോയി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും പറയണില്ല. നിങ്ങൾ ജസ്റ്റ് ക്ലാസ്സുകളൊന്നും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നുമല്ലോ, ഇത് എനിക്ക് ഹെൽപ്ഫുൾ ആണ്, ഇത് ബെനിഫിറ്റ് ഉള്ള ക്ലാസ് ആണെന്ന് തോന്നുമല്ലോ. അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക. കാരണം പറയാൻ കാരണം, നമ്മളിടുന്ന വീഡിയോസ് കുട്ടികൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണ് നമുക്ക് നിങ്ങളെ റെസ്പോൺസ് വഴി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇതുമായി ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണമെങ്കിൽ വലിയ അർത്ഥമോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്താണ് വീഡിയോസ് ചെയ്യണത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് കരുതിയിട്ടാണ്. ഓക്കെ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ വിലയേറിയ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വലിയ എന്ത് ചെയ്യും, പ്രയോജനപ്പെടും. നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇപ്പൊ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് പറയാം എന്താണെങ്കിലും. ഓക്കെ. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാനും എന്ത് ചെയ്യും പറ്റും. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ഒരു എനർജി എന്ന് പറയുന്നത്. സോ എത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അധികം സംസാരിച്ച് ലാഗാക്കില്ല, നമുക്ക് നേരെ എന്ത് ചെയ്യാം കണ്ടന്റിലേക്ക് പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോലെ നേരത്തെ പറഞ്ഞ പോലെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് എന്താണ് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആദ്യം പഠിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം. കാരണം ആ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസിന്റെ ബാക്കിയാണ് എവിടെ വരിക, ഈ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻസ് വരിക. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളാണ് എവിടെ വരിക, ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരിക. അപ്പൊ ഇത് കറക്റ്റ് ഒരു ഓർഡറിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഇല്ല, ചില ഭാഗത്ത് കത്താൻ ചാൻസ് ഇല്ല. സോ ആദ്യം തിയററ്റിക്കൽ പഠിക്കുക, എന്നിട്ട് എവിടെ വന്നാൽ മതി, ലോജിക്കൽക്ക് വന്നാൽ മതി. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു പാർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് രണ്ട് ഭാഗത്തു നിന്നാണ് പ്രധാനമായിട്ട് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് വരല്. അതിൽ ഒരു ഏരിയ എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ നമ്മൾ റിലേഷൻ പഠിക്കാനുണ്ട്. ഇപ്പൊ FEL, AT നമ്മൾ പീരീഡ് ആവൃത്തിയൊക്കെ പഠിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേഷൻസ് ഉണ്ട്. അവിടുന്ന് ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. അതുപോലെ ചോദിച്ചു കണ്ടുള്ള ഏരിയയാണ് ലാസ്റ്റ് വരുന്നത് ഈ റെസൊണൻസ് ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉണ്ട്, പ്രണോദിത കമ്പനവും അനുനാദവും. അതുമായി ബന്ധപ്പെട്ടും ഇവരെന്ത് ചോദിക്കലുണ്ട്, ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ രണ്ട് ടോപ്പിക്കുകളാണ് പൊതുവെ എൻ്റെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം മക്കൾക്ക് ഉറപ്പ് തരാം, എഴുതി വെച്ചോ. ഈ രണ്ട് ടോപ്പിക്കുകൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം, നമ്മൾ പഠിക്കാൻ പോണ രണ്ട് ടോപ്പിക്കുകളിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് 100% ഷുവർ ആയിട്ടും നമ്മൾ ഓൺ എക്സാമിന് ചോദിക്കും. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രണ്ടും ചോദിക്കും. ഇനി രണ്ടെണ്ണം ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടോടെ ചോദിക്കും, ഓണം എക്സാം ചോദിക്കും. 100% ഷുവർ ആണ്. ഓക്കെ. സോ ഈ ലോജിക്കൽ ക്വസ്റ്റ്യൻസിന്റെ മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ തിയറി പഠിക്കണ പോലെ കാണാതെ പഠിക്കേണ്ട സാധനമല്ല. നല്ല രസമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഒരു ആ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ വെച്ചാലും നേരം ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ലോജിക്ക് എങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുതരാം. അത് ജസ്റ്റ് ഒന്ന് കേൾക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. കാണാതെ പഠിക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയണേ കാണാതെ പഠിക്കേണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കുക, ചെയ്യാൻ പഠിക്കുക. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മക്കളൊന്ന് ഒപ്പം പോകുന്നാൽ മതി. ക്ലിയർ അല്ലേ? നമുക്ക് പതുക്കെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. മക്കൾ നോക്കട്ടോ. അപ്പൊ ഈ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കിടക്കണതിന്റെ നമുക്ക് ആദ്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മൾ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മിസ്സായി പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ റീവർബറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അനുരണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ അവിടുന്ന് വരുന്ന ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, വൈ ദ വാൾസ് ഓഫ് ലാർജ് ഹാൾസ് ലൈക്ക് സിനിമ തിയേറ്റേഴ്സ് ആർ മെയ്ഡ് ഓഫ്. എന്തുകൊണ്ടാണ് സിനിമ തിയേറ്ററുകൾ പോലെയുള്ള വലിയ ഹാളുകളുടെ ചുമരുകൾ പരുക്കനായി നിർമ്മിക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം, റീവർബറേഷൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ
ലിങ്കറിംഗ് ഓഫ് സൗണ്ട് ആണ് നമ്മൾ പഠിച്ചത്. അതായത് സൗണ്ടിന്റെ ബാക്കിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് മൂളൽ അല്ലെങ്കിൽ മുഴക്കത്തിന് നമ്മൾ റിവർബറേഷൻ എന്ന് പറയാം. ഇപ്പൊ ആലോചിച്ചോക്കാം, നമ്മൾ പടം കാണാൻ പോയി, തിയേറ്ററിൽ പടം കാണുന്ന സമയത്ത് ബാക്കിൽ ഒരു മൂളലും ഒരു മുഴക്കം ഒരു ലിങ്കറിംഗ് ഇങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പടം കാണാൻ വലിയ രസം ഉണ്ടാവും, വല്ല ഓഡിയോ ക്ലാരിറ്റി ഉണ്ടാവോ? ഇല്ലല്ലോ. അപ്പൊ അത്തരം മൂളലുകൾ ഒഴിവാക്കി കഴിഞ്ഞാലല്ലേ പടം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. സോ അത്തരം മൂളലുകളാണ് റിവർബറേഷൻ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ തിയേറ്ററിൽ എന്ത് ചെയ്യണത്, വാൾസ് റഫ് ആകുന്നത്. കാരണം വാൾസ് സ്മൂത്ത് ആയി കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ കൂടും, റിഫ്ലക്ഷൻ കൂടി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആവും. ആ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് എന്തുണ്ടാക്കുക, റിവർബറേഷൻ ഉണ്ടാവുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ആവർത്തന പ്രതിപാദനം നടന്നു കഴിഞ്ഞാലാണ് എന്തുണ്ടാവുക, അനുരണനം ഉണ്ടാവുക. അപ്പൊ ആ റിവർബറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ തിയേറ്ററിലൊക്കെ ചുമരുകൾ പോലെ എന്താക്കണത്, റഫ് ആക്കണത്. സോ ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ പറഞ്ഞു കൊടുക്കണം എന്തിനു വേണ്ടിയിട്ടാ, ടു പ്രിവെന്റ് റിവർബറേഷൻ, അനുരണനം തടയാൻ വേണ്ടിയിട്ടാണ്. സെറ്റ് അല്ലേ, നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലല്ലോ, പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം, ലോജിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കേട്ടോ. സോ ഞാൻ ആദ്യം പറഞ്ഞോട് കുറച്ച് ആൾക്കാർ തമ്മിലെ റിലേഷൻസ് നമുക്ക് പഠിക്കാണ്ടെന്ന് പറഞ്ഞു. ആർക്ക് തമ്മിലെ റിലേഷൻ നമുക്ക് പഠിക്കാനുള്ള മക്കൾ നോക്കാം. എഫ്, നിങ്ങൾക്ക് അറിയണ സാധനക്കാരം എഫ് എന്താ, ഫ്രീക്വൻസി ആണ്, ആവൃത്തിയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം. എല്ലാവരും നിൽക്കട്ടെ. മൂന്നാമത്തെ ആളാണ് എ നിങ്ങൾക്ക് അറിയില്ലേ, ആംപ്ലിറ്റ്യൂഡ് ആണ്, ആയതിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം. നാലാമത്തെ സാധനമാണ് ടി എന്ന് വെച്ചാൽ എന്താ, പീരീഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ എഫ് നിങ്ങൾക്ക് അറിയാം, എ നിങ്ങൾക്ക് അറിയാം, ടി നിങ്ങൾക്ക് അറിയാം. അറിയാത്തൊരു സാധനം ചിലപ്പോൾ എല്ലേ കാര്യം. എല്ലിന് നമ്മൾ ലെങ്ത് അല്ലെങ്കിൽ നീളം എന്നാ പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഫിസിക്സിൽ പെൻറ്റുലം എന്നാണ് പറയാന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു പെൻറ്റുലത്തിന്റെ ഈ ഒരു സാധനം കണ്ടോ നിങ്ങള്, ഈ ഒരു സാധനം, ആ കയറിന്റെ നീളല്ലേ, അതിനെ നമ്മൾ എന്തെന്ന് പറയാ, ലെങ്ത്. ഒന്നുമില്ല, ഒരു പെൻഡുലം എടുത്തു കഴിഞ്ഞാൽ ആ പെൻഡുലത്തിന്റെ നീളം ഉണ്ടാവുമല്ലോ, അതാണ് ഏത് എന്ന് പറയുന്നത്, എല്ല് എന്ന് പറയുന്നത്. സോ ഈ ഒരു 4 ആൾക്കാർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. ഏകദേശം എത്ര റിലേഷൻ വരും, നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ? ഈ 4 ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഏകദേശം ഒരു 5-6 റിലേഷൻസ് ഉണ്ടാവും. എത്ര റിലേഷൻ ഉണ്ട്? 6 റിലേഷൻ ഉണ്ട്. ഈ 6 റിലേഷനും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാല്ല നല്ല എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കാണാതെ പഠിക്കണ്ട. മക്കൾക്ക് ഞാനൊരു കോഡ് പഠിപ്പിച്ചു തരാം. ആ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ആ കോഡ് വെച്ച് ഈ 6 റിലേഷൻസും തെറ്റാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പ്രയാസമൊന്നുമില്ലല്ലോ. കോഡിലേക്ക് പോകുന്നതിന് മുമ്പ് റിലേഷൻസിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. പൊതുവെ ഫിസിക്സിൽ നമ്മൾ 2 ടൈപ്പ് റിലേഷൻ ഉണ്ട് എന്നാ പറയാം. ഒന്നിന് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നേർ അനുപാതം എന്ന് പറയും, മറ്റേ നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വിപരീത അനുപാതം എന്ന് പറയും. ഒന്നുകൂടി ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ ഉപ്പമാരും തമ്മിലുള്ള ബന്ധം ഉണ്ടല്ലോ, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതമാണെന്നാ പറയാം. നമ്മളെപ്പോ നമ്മളോട് പറയാണ്, എടാ പോയി ഇങ്ങടെ കടയിൽ പോയി എന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ആ വാപ്പ ഞാൻ പോയിക്കൊള്ളാനാണ് എന്ത് ചെയ്യും, പോകും. വാപ്പ എന്താണ് പറയുന്നത് അതല്ലേ നമ്മൾ കേൾക്കുക. അതായത് വാപ്പ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെയാണ് നമ്മൾ ചെയ്യുക. ആ ഒരു ബന്ധത്തിലാണ് നമ്മൾ എന്തെന്ന് പറയാ, ഡയറക്റ്റ് എന്ന് പറയാം. വാപ്പ പറയുന്നത് കാരണം കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി പേരുകളിൽ നിൽക്കേണ്ടി വരില്ല എന്നുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. സോ നമ്മളും വാപ്പയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഡയറക്റ്റ് ആണ്, നേർ അനുപാതമാണ്. എന്താ പറയുന്നത് അത് കാട്ടിക്കോളാം, പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ ഉമ്മമാരുണ്ടാവും. ഈ ഉമ്മമാരും നമ്മൾ തമ്മിലുള്ള ബന്ധം അധിക സമയത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് വരിക, വിപരീത അനുപാതം വരും. ഇപ്പൊ ഉമ്മ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഞാനോ കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മ പറയുന്നതിന് ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ചെറുടെ അങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടാ പോവാ, അങ്ങോട്ടാണ് പോവാ. സോ അത്തരം ബന്ധം ഉണ്ടല്ലോ, പറയുന്നതിന് ഓപ്പോസിറ്റ് കാട്ടുന്ന ബന്ധം, അതിനെ നമ്മൾ എന്തെന്ന് പറയാ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വിപരീത അനുപാതം എന്ന് പറയാം. ഇമ്മാനോടിലേറെ എനിക്ക് തോന്നുന്നത് സിബ്ലിങ്സ് തമ്മിലാണ് എന്തുണ്ടാവുക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇപ്പൊ ആംഗിളും പെങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയും വേണ്ടല്ല, എന്താണോ പറയുന്നത് ഓപ്പോസിറ്റ് മറ്റേ കാട്ടുള്ളൂ. സോ അത്തരം ബന്ധത്തിന് നമ്മൾ എന്തെന്ന് പറയും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വിപരീത അനുപാതം എന്ന് പറയും. അപ്പൊ ഒരേപോലുള്ള ബന്ധമാണെങ്കിൽ ഡയറക്റ്റ് ആണെന്ന് പറയും, നേരെ തല കുത്തേനെ തിരിച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയും, ഇൻവേഴ്സ് ആണെന്ന് പറയും. ഒന്നുകൂടി നമ്മള് മാത്സിന്റെ കേസാണെങ്കിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മക്കൾ നോക്കുക, 2 ആൾക്കാരുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. എയും ബിയും തമ്മിലുള്ള ബന്ധം ഡയറക്റ്റ് ആണ്. നമ്മൾ എങ്ങനെ എഴുതാന്ന് അറിയോ, എ പ്രൊപ്പോർഷണൽ, ഈ ചിഹ്നത്തിന് നമ്മൾ പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞിട്ടോ, എ പ്രൊപ്പോർഷണൽ ടു ബി എന്ന് എഴുതും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അർത്ഥം എയും ബിയും ഇപ്പൊ എന്താ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതമാണ്. വിച്ച് മീൻസ് എ കൂടി കഴിഞ്ഞാൽ ബിയും എന്ത് ചെയ്യും, കൂടും. എ എന്താണ് ചെയ്യുന്നത് അതേപോലെ ആര് ചെയ്യും, ബി ചെയ്യും. എ കുറഞ്ഞു കഴിഞ്ഞാൽ ബിയും എന്ത് ചെയ്യും, കുറയും. കാരണം ഓല് തമ്മിൽ എന്ത് ബന്ധം, ഡയറക്റ്റ് ആണ്, നേർ അനുപാതമാണ്. നമ്മളും വാപ്പാടും തമ്മിലുള്ള ബന്ധം പോലെ. സെറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ. ഇനി ഇവ രണ്ടാളും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, നമ്മൾ എങ്ങനെ എഴുതാന്ന് അറിയോ, എ പ്രൊപ്പോർഷണൽ ടു ബി എഴുതുന്നതിന് പകരം 1/b എഴുതും. എന്തിനു എഴുതും, 1/b എഴുതും. ഇപ്പൊ വരുന്ന അർത്ഥം എന്ന് വെച്ചാൽ ഓരോ രണ്ടാളും എന്തിലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതമാണ്. വിച്ച് മീൻസ് ഒരാൾ കൂടി കഴിഞ്ഞാൽ മറ്റേ എന്ത് ചെയ്യും, കുറയും. ഒരാൾ ചെയ്യേണ്ട നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റേ ചെയ്യുക. സോ ഇതാണ് 2 ടൈപ്പ് ഓഫ് റിലേഷൻ, ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ഭാഗമായി നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്ക് വരാം. നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, 4 ആൾക്കാർ നമ്മളെ റിലേഷൻ ആണ്. ഞങ്ങളോട് പറഞ്ഞു റിലേഷൻ കാണാതെ പഠിക്കണ്ട, എന്ത് പഠിപ്പിച്ചു തരാം, നല്ല രസമുള്ള ഒരു കോഡ് പഠിപ്പിച്ചു തരാം. മക്കൾ നോക്കിക്കോ, നിങ്ങൾക്ക് പഠിക്കാനുള്ള കോഡാണ്. നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ടോളാണ്. രസമുണ്ട് അല്ലെ, നമ്മുടെ കോഡ് എന്താണ്, ടോളാണ്. ഒരു എല്ലുള്ള ടോൾ കേട്ടോ. നമ്മുടെ കോഡ് എന്ന് പറയുന്നത് എന്താണ്, ടോളാണ്. മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എല്ലാവരും ഒന്ന് വായിച്ചാൽ നമ്മളെ കോഡ് എന്താണ്, ടോളാണ്. TAL ആണ്, ടോളാണ്. ഓക്കെ, സോ പക്ക ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇത് വെച്ചാൽ എന്ത് ചെയ്യും,
എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 100% ഷുവർ ആണ്. ക്ലിയർ അല്ലേ? ഇനി ഈ കോഡ് വെച്ചാൽ എങ്ങനെ റിലേഷൻസ് ഉണ്ടാക്കാന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1-2 റിലേഷൻ ഞാൻ ഉണ്ടാക്കി തരാം. ബാക്കി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു തരാനുണ്ടോ? ഓക്കെ, നല്ലപോലെ ശ്രദ്ധിച്ചു. എക്സാമിന് എപ്പോഴും നിങ്ങൾക്ക് രണ്ടാൾക്കാർ തമ്മിലുള്ള റിലേഷനൊക്കെ ആവശ്യം ഉണ്ടാവും. ഏതെങ്കിലും രണ്ടാൾക്കാർ തമ്മിലുള്ള ബന്ധം വെച്ചാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി വരും. അപ്പൊ സപ്പോസ് നിങ്ങൾക്ക് വേണ്ടത് എയും എല്ലും തമ്മിലുള്ള ബന്ധം വേണം. എയും എല്ലും തമ്മിലുള്ള റിലേഷൻ വേണം. ഇതിൽ നിങ്ങൾ ചെക്ക് ചെയ്യും എങ്ങനെയാണെന്ന് അറിയോ? ഓരോരുത്തരായിട്ട് എടുക്കുക. എനെ എടുക്കുക. എ ടോളിലുണ്ടോ നോക്കുക. എ ടോളിലുണ്ടോ? എ ടോളിലുണ്ട്. ടോളിന് ഇത് നമ്മൾ എ ഇതിലുണ്ട്, പ്രയാസമില്ല. ഇനി രണ്ടാമത്തെ ആളാരാ? എല്ലാണ്. എല്ല് ടോളിലുണ്ടോ നോക്കുക. എല്ല് ഇവിടെ ഉണ്ട്, ടോളിലുണ്ട്. ഇവിടെ എയും ടോളിലുണ്ട്, എല്ലും ടോളിലുണ്ട്. രണ്ടാളും ടോളിലില്ലേ? രണ്ടാളും ടോളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്, നേരാണ്. അപ്പൊ അതാണ് ഇത്രയുള്ള പരിപാടി. ഇവിടെ എന്താ, ഒരാൾ കൂടി കഴിഞ്ഞാൽ മറ്റേ എന്ത് ചെയ്യും? കൂടും. ഒരാൾ കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്ത് ചെയ്യും? കുറയും. രണ്ടാളും ഡയറക്റ്റ് ആണ്. കിട്ടിയിക്കണോ? കിട്ടിയിട്ടില്ലേ? കിട്ടില്ലേ? നമുക്ക് പ്രയാസമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സപ്പോസ് എനിക്ക് ടിയും എല്ലും തമ്മിലുള്ള ബന്ധം വേണം. മക്കളൊന്ന് പറഞ്ഞെടുക്കുക. ടിയും എല്ലും തമ്മിലുള്ള ബന്ധം എന്താ വരിക? ഡയറക്റ്റ് വരിക, ഇൻവേഴ്സാ വരിക? നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. യെസ്, വെരി ഗുഡ്. ടി അവിടെ ഉണ്ട്, ടോളിലുണ്ട്. എല്ലോ അവിടെ ഉണ്ട്, ടോളിലുണ്ട്. രണ്ടാളും ടോളിലുണ്ടെങ്കിൽ തമ്മിലുള്ള ബന്ധം എന്താ? ഒന്നും നോക്കാനില്ല, ഡയറക്റ്റ് ആണ്, നേരാനുപാതാണ്. അതേപോലെ എഴുതി കൊടുക്കുക. ടി പ്രൊപ്പോർഷണൽ ടു എല്ലാണ്. രണ്ടാളും ഡയറക്റ്റ് ആണ്. സെറ്റ് അല്ലെങ്കിൽ പ്രയാസമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് മൂന്നാമതായിട്ട് ഇത് നിങ്ങൾ പറഞ്ഞു തരണുണ്ടോ? എഫും എല്ലും തമ്മിലുള്ള ബന്ധം എന്താ? എഫും എല്ലും തമ്മിലുള്ള ബന്ധം പറ, പെട്ടെന്നായിക്കോട്ടെ. എഫും എല്ലും തമ്മിലുള്ള ബന്ധം പോരട്ടെ. എന്നെ പോകണ്ടേ? എങ്ങനെയാണ് ചെക്ക് ചെയ്യാ? എഫ് എടുത്തു, എഫ് വേണ്ട. എല്ലെടുത്തു, എവിടെ ഉണ്ട്? ടോളിലുണ്ട്. പക്ഷെ എവിടെ ഇല്ല, ടോളിലില്ല. എഫ് ടോളിലില്ലല്ലോ. ഒരു ചങ്ങായി ടോളിന്ന് പുറത്ത് വന്നില്ലേ? അപ്പൊ രണ്ടാളും ടോളിലുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആണ്, നേരെ അനുവാദമാണെന്ന് പറയാം. അപ്പൊ ആരെങ്കിലും ടോളിന്ന് പുറത്ത് വന്നാൽ നമ്മൾ എന്താണെന്ന് പറയാ? യെസ്, വെരി ഗുഡ്, ഇൻവേഴ്സ് ആണെന്ന് പറയാം. അപ്പൊ നമ്മളെങ്ങനെ എഴുതുക? എഫ് പ്രൊപ്പോർഷണൽ ടു 1/L നേടും. എഫ് പ്രൊപ്പോർഷണൽ ടു 1/L. രണ്ടാളും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതമാണ്. വിച്ച് മീൻസ് ഒരാൾ കൂടി കഴിഞ്ഞാൽ മറ്റേ ആൾ എന്ത് ചെയ്യും? കുറയും. കാരണം നമ്മളും ബാക്കിയുള്ള നമ്മളെ ടീമിൽ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞില്ലേ? അതേപോലെ ഒരാൾ ശരിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റേ ആളും ചെയ്യുക. കിട്ടില്ലേ നിങ്ങൾക്ക്? കത്തിയിട്ടില്ലേ? ഓക്കെ, ഫൈൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? രണ്ടാൾക്കാർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. മക്കൾക്ക് സെറ്റ് ആണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രയാസമൊന്നുമില്ലല്ലോ. സോ ഇങ്ങനെ ഏത് രണ്ട് ക്വാണ്ടിറ്റി തന്നു കഴിഞ്ഞാലും ഓൾ തമ്മിലുള്ള ബന്ധം നോക്കാൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ടാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ഇതാണ് നമുക്കുള്ള ലോജിക്ക് എന്ന് പറയുന്നത്. ആ ലോജിക്ക് നിങ്ങൾക്ക് എത്തിയിട്ടില്ലേ? പ്രയാസമില്ലല്ലോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആവുണ്ടോ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കിടന്നാലോ? ഓക്കെ അല്ലേ? നിങ്ങൾ സെറ്റ് ആയിക്കോ. നല്ല രസമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 by 1 ആയിട്ട് ചെയ്തൊക്കെ നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. താഴെ തന്ന ചിത്രം നിരീക്ഷിക്കുക. ആയിക്കോട്ടെ. സോ ഇവിടെ നോക്കുക. ഈ ഷെയ്ഡ് ചെയ്ത് ഈ സാധനം ഉണ്ടല്ലോ, ഇതൊരു വുഡൻ ബ്ലോക്ക് ആണ്, മരത്തിന്റെ കഷ്ണാണ്. അതിപ്പോ ABCD ആണ് കുറെ ബ്ലേഡുകൾ ഇവർ എന്ത് ചെയ്തിരിക്കണേ? അടിച്ചു വെച്ചിരിക്കണം. അപ്പൊ ഒരു മരത്തിന്റെ കഷ്ണം ഉണ്ടാകുമ്പോൾ കുറെ ബ്ലേഡുകൾ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കണേ? അടിച്ചു വെച്ചിരിക്കണം. ഈസി സാധനം. ഇനി when the blades are excited, എല്ലാ ബ്ലേഡുകളും ഉത്തേജിപ്പിച്ച് കഴിഞ്ഞാൽ ആരുടെ വൈബ്രേറ്റ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്. എല്ലാ ബ്ലേഡും ഒരേപോലെയാണോ കമ്പനി ചെയ്യാന്ന് ചോദിച്ചില്ല. സ്വാഭാവികമായിട്ടും എല്ലാ ബ്ലേഡും എടുത്ത് തട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെയാണോ ആടുക? ഒരേപോലെയാണോ വൈബ്രേറ്റ് ചെയ്യുക? എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ഉള്ളത്. അപ്പൊ എല്ലാവരും ഒരേപോലെയാണോ വൈബ്രേറ്റ് ചെയ്യുക? അല്ല, ഒബ്വിയസ്ലി അല്ല. കണ്ണും പൂട്ടി ചെയ്താൻ പറ്റും? നോ, ഒരിക്കലും അല്ല എന്ന് പറയാൻ പറ്റും. പ്രയാസമല്ലല്ലോ. ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദം വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരേപോലെ അല്ല എന്നുണ്ടെങ്കിൽ പരമാവധി ആയതിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ആരൊക്കെ വൈബ്രേറ്റ് ചെയ്യാനാ ചോദിച്ചത്? മക്കളോ നോക്കാം. നിങ്ങൾ നോക്കി മനസ്സിലാവും. നമ്മൾ സാധനം മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നീളം വലുതാവണ്ടേ? ലെങ്ത് കൂടിയ സാധനല്ലേ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ. അപ്പൊ ഇതിൽ ആർക്കാ ലെങ്ത് കൂടുതൽ നോക്കിയാൽ മതി? ബിക്കും ഡിക്കും എഫിനല്ല ലെങ്ത് കൂടുതൽ. അപ്പൊ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ ആരൊക്കെയാണ്? ബി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഇവിടെ ആരാ? ബി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. സെറ്റ് ആണോ? സെറ്റ് അല്ലേ? പ്രയാസമൊന്നുമില്ലല്ലോ. ബാങ്ക് ഈസി അല്ലേ? അങ്ങനെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ഈസ് എക്സൈറ്റഡ്. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എ ആണ് എക്സൈറ്റ് ചെയ്യുന്നത്, എ ആണ് ഉത്തേജിപ്പിക്കുന്നത്, തട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അതേ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ ആരൊക്കെയോ വൈകുന്ന ചോദിച്ചുള്ളത്. എന്റെ അതേപോലെ ആരൊക്കെയോ വൈബ്രേറ്റ് ചെയ്യാൻ നോക്കണമെങ്കിൽ എനെ പോലെ ആരൊക്കെയുള്ളത് നോക്കിയാൽ പോരെ? എനെ പോലെ ആരൊക്കെയുള്ളത്? സിയും ഉണ്ട്, ഇ ഉണ്ട്. സോ എനെ പോലെ വൈബ്രേറ്റ് ചെയ്യാൻ ആരൊക്കെയാണ്? ആൻസർ ഞാൻ താഴത്തേക്ക് കേട്ടോ. നോക്കുക. സിയും ഉണ്ട്, ഇ ഉണ്ട്. ഇനി വൈ എന്തുകൊണ്ടാ? ആൻസർ നമുക്ക് കിട്ടി. സിയും ഉണ്ട്, ഇ ഉണ്ട്. വൈ എന്തുകൊണ്ടാ? നമുക്ക് പറയാൻ പറ്റും സെയിം ലെങ്ത് ആണെന്ന് പറയാൻ പറ്റും. അതേ കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും സെയിം എന്താണ്? ലെങ്ത് ആണ്. അത് നമുക്ക് ഒന്നും കൂടി നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആട്ടോ, തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാന്ന് അറിയോ? അതുപോലെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണെന്ന് പറയാം. എന്ത് സെയിം ആണെന്ന് പറയാ? നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണെന്ന് പറയാം. കാരണം ഈ നാച്ചുറൽ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ അല്ലേ ലെങ്ത്. അപ്പൊ ലെങ്ത് സെയിം ആയി കഴിഞ്ഞാൽ എന്ത് സെയിം ആവും? നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അപ്പൊ ഒന്നുകൂടി ഇംപ്രഷൻ കിട്ടണമെങ്കിൽ എന്ത് സെയിം ആണെന്ന് പറഞ്ഞാൽ മതി. ഇനി എവിടെ ഈ ഒരു ലോജിക്കൽ ക്വസ്റ്റിൽ ലെങ്ത് സെയിം ആണെന്നുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ എന്തെന്ന് പറയാം? അതുപോലെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണെന്ന് പറയാം. സെറ്റ് അല്ലേ? സോ സിയും ഇയും ആണ് ബിക്കോസ് നാച്ചുറൽ ഫ്രീക്വൻസി സെയിം. അതുപോലെ എന്ത് സെയിം ആണ്? നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് സെയിം. അതുപോലെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണ് കാരണം
സ്വാഭാവിക ആവൃത്തി തുല്യമാണെന്ന് പറയാം. സ്വാഭാവിക ആവൃത്തി തുല്യമാണ്. സെറ്റ് ആണോ? സെറ്റ് അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പോവുക. ക്ലിയർ അല്ലേ മക്കൾക്ക്? പോയാലോ നമ്മളെ? ഓക്കെ, നോക്കിക്കോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ ഐഡന്റിക്കൽ ബോബ്സ് ആർ ഹാങ്ഡ് ഫ്രം ഓക്കെ. ഒരു നേരത്തെ പോലെ വുഡൻ ബ്ലോക്ക് ഉണ്ട്. അതിന് 4 സ്ട്രിങ്സ് യൂസ് ചെയ്തുകൊണ്ട് 4 പന്തുകൾ ഇങ്ങനെ കെട്ടി തൂക്കിയാണ്. ചുരുക്കി പറഞ്ഞാൽ 4 പെൻഡിലുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ, 1 by 1 ആയിട്ട് ആൻസർ ചെയ്ത് നോക്കാൻ നോക്കട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ഓൾ ബോബ്സ് ആർ ഓസിലേറ്റഡ് വിച്ച് ആർ ദ ബോബ്സ് ഓസിലേറ്റ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്. എല്ലാ പന്തുകളും തോലനം ചെയ്യിച്ചാൽ ഏതെല്ലാം പന്തുകളാണ് ഒരേ ആയതിൽ തോലനം ചെയ്യാന്ന് ചോദിച്ചില്ല. ഒരേപോലെ അവിടെ ആരൊക്കെയാണ് നോക്കണമെങ്കിൽ ഒരേപോലെ ആരൊക്കെയുള്ളതെന്നല്ലേ നമ്മൾ നോക്കുക. സോ എനെ പോലെ ആരൊക്കെയുള്ളത് നോക്കിയാൽ മതി. ഒരേപോലെ ആരൊക്കെയുള്ളത് നോക്കിയാൽ മതി. ഇവിടെ എയും ഡിയും ഒരേപോലെ അല്ലേ? കാരണം ബിയും സി എന്തായാലും അല്ലല്ലോ. അപ്പൊ എയും ഡിയും ഒരേപോലെയാണ്. അപ്പൊ ഒരേപോലെ വൈബ്രേറ്റ് ഒരേപോലെ തോലനം ചെയ്യാൻ ആരൊക്കെയാണ്? എയും ഡിയും. എയും ഡിയും കിട്ടിക്കണോ? കിട്ടിയിട്ടില്ലേ? കിട്ടിയില്ല, നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ. ഈസി ക്വസ്റ്റൻ ആണ്. സോ രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കിക്കോ. വിച്ച് ബോബ് ഓസിലേറ്റ് വിത്ത് സ്മോൾ ഫ്രീക്വൻസി വൈ. ഇവിടെ അങ്ങോട്ട് ശ്രദ്ധിക്കുക. അവർ ചോദിച്ചിരിക്കുന്നത് വിച്ച് ബോബ് ഓസിലേറ്റ് വിത്ത് സ്മോൾ ഫ്രീക്വൻസി വൈ. ഏത് പന്താണ് ആയതി കുറഞ്ഞ ആയതിയിൽ ദോലനം ചെയ്യാന്നാ ചോദിച്ചിട്ടുള്ളത്. ഇതൊരു കമ്പാരിസൺ അല്ലേ? അതായത് ഇപ്പൊ 4 പന്ത് പറഞ്ഞാണ്ട് ആർക്കാണ് ആയത് കൂടുതൽ, ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ, ആർക്കാണ് ഫ്രീക്വൻസി കുറവെന്ന് പറഞ്ഞത് ബാക്കിയുള്ള ആൾക്കാർ വെച്ചാണ്ട് കമ്പയർ ചെയ്യല്ലേ. ഇങ്ങനെ കമ്പാരിസൺ ആണ് നിങ്ങളെ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ റിലേഷൻ വെച്ചാണ്ട് ആൻസർ ചെയ്യുക. എന്ത് വെച്ചാണ് ആൻസർ ചെയ്യുക? റിലേഷൻ വെച്ചാണ്ടാണ് ആൻസർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ കമ്പാരിസൺ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്ത് വെച്ചാണ് ആൻസർ ചെയ്യുക? റിലേഷൻ വെച്ചാണ്ടാണ് ആൻസർ ചെയ്യുക. നമ്മൾ ആദ്യം കുറച്ച് റിലേഷൻസ് പഠിച്ചില്ലേ? അത് വെച്ചാണ് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളത് ഞാൻ അപ്പുറത്ത് പറഞ്ഞുതരാം. നല്ലപോലെ ശ്രദ്ധിച്ചോട്ടോ. ആൻസർ ചെയ്യാൻ പോവാണ്. ബി ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആദ്യം മക്കൾ റഫായിട്ട് കുറച്ച് സാധനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ റഫായിട്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളാണ് ആൻസർ ആയിട്ട് എടുത്ത് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. സോ റിലേഷൻ വെച്ചാണ് ആൻസർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കമ്പാരിസൺ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ 4 പെൻഡുലം നോക്കിക്കഴിഞ്ഞാൽ ഈ 4 പെൻഡുലം ഒരേപോലെയാണ് ഉള്ളത് അല്ലല്ലോ? ഒരു തമ്മിൽ എന്തോ ഒരു സാധനത്തിൽ വ്യത്യാസമല്ലേ? എന്തിലാ വ്യത്യാസം ഉള്ളത്? ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. എന്തിൽ വ്യത്യാസമുണ്ട്? ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ 4 ആൾക്കാർ തമ്മിൽ എന്തിൽ വ്യത്യാസമുണ്ട്? ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ റിലേഷൻ നോക്കുന്ന സമയത്ത് എടുക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ആ ചെങ്ങയുടെ നീളമാണ്. കാരണം 4 ആൾക്ക് തമ്മിൽ ലെങ്ത്തിലല്ലേ വ്യത്യാസം. അപ്പൊ ലെങ്ത് മാറുന്നതനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക? മാറുക. ഒരാളെ കിട്ടിയില്ലേ? രണ്ടാമത്തെ ആൾ കിട്ടാൻ വേണ്ടി ക്വസ്റ്റ്യൻ നോക്കുക. എന്ത് നോക്കുക? ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന സാധനം എന്ന് പറയുന്നത് എന്താ? ഫ്രീക്വൻസി ആണ്. എന്താണ്? ഫ്രീക്വൻസി ആണ്. സോറി, ആയതല്ല, ആവൃത്തിയാണ് കേട്ടോ. ഫ്രീക്വൻസി ആണ്. ഓക്കെ, സോ നമുക്ക് തന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ആണ്. രണ്ടാമത്തെ സാധനം ഫ്രീക്വൻസി ആണ്. ഓക്കെ, സോ അപ്പൊ നമ്മളെ രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, ആവൃത്തിയാണ്. ക്ലിയർ അല്ലേ മക്കൾക്ക്? സോ ആദ്യത്തെ ആൾ നമുക്ക് ലെങ്ത് ആണെന്ന് കിട്ടി. രണ്ടാമത്തെ ആൾ എന്താണ്? ഫ്രീക്വൻസി ആണെന്ന് കിട്ടി. രണ്ടാളെ കിട്ടിയില്ലേ? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ആൾ കിട്ടാൻ വേണ്ടി എന്ത് ചെക്ക് ചെയ്താൽ മതി? പെൻഡുലം നോക്കിയാൽ മതി. 4 ആൾക്ക് തമ്മിൽ എന്തിനാ വ്യത്യാസമുള്ളത്? നീളത്തിൽ വ്യത്യാസമുണ്ട്. സോ ഒന്നാമത്തെ ആൾ എന്ന് പറഞ്ഞത് എന്താ? ലെങ്താ. രണ്ടാമത്തെ ആളെ കിട്ടാൻ വേണ്ടി ക്വസ്റ്റ്യൻ വായിക്കാം. നമ്മൾ ക്വസ്റ്റ്യനിൽ വിച്ച് ബോബ് ഓസിലേറ്റ് വിത്ത് സ്മോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആവൃത്തി, കുറവ് ആവൃത്തി എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ ആൾ എന്താണ്? ഫ്രീക്വൻസി ആണ്, ആവൃത്തിയാണ്. രണ്ടാളും കിട്ടി. ഇനി മക്കൾ പറ, എല്ലും എഫ് തമ്മിലുള്ള റിലേഷൻ എന്താ? എല്ലും എഫ് തമ്മിലുള്ള ബന്ധം എന്താ? ഡയറക്റ്റ് ആണോ ഇൻവേഴ്സ് ആണോ? ഇൻവേഴ്സ് അല്ലേ? കാരണം എല്ല് ടോളിലുണ്ട്, എഫ് ടോളിലുള്ള. സോ നമ്മൾ എങ്ങനെ എഴുതുക? എൽ പ്രൊപ്പോർഷണൽ ടു 1/f എന്ന് എഴുതും. ഇതുവരെ സെറ്റ് ആണോ നിങ്ങൾക്ക്? ഇതുവരെ സെറ്റ് അല്ലേ? പ്രയാസമില്ലല്ലോ. ഇനി വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യനിലെ വിച്ച് ബോബ് ഓസിലേറ്റ് വിത്ത് സ്മോൾ ഫ്രീക്വൻസി, കുറവ് ആവൃത്തി എന്നല്ല പറയുന്നത്. ആവൃത്തി കുറവ് വേണം. അപ്പൊ ഫ്രീക്വൻസി എന്ത് ചെയ്യണം? കുറവാണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി കുറക്കണം. ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യും? കൂടും. എല്ലാം എന്ത് ചെയ്യും? കൂടും. കാരണം ഇൻവേഴ്സ് അല്ലേ? അപ്പൊ ആർക്കാണ് ലെങ്ത് കൂടുതലുള്ളത് നോക്കിയാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ലെങ്ത് ആർക്കാണ് കൂടുതലുള്ളത്? ബിക്കാണ്. സോ നമ്മളെ ആൻസർ കിട്ടി. നമ്മളെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. ആൻസർ കിട്ടി. ആൻസർ എന്താണ്? ബി ആണ്. ഇനി അതിന് റീസൺ എഴുതാം. റീസൺ എഴുതാം. കാരണം ഒരു ബൈന്ന് ചോദിച്ചിരിക്കണേ. റീസൺ എഴുതണം. സോ ബിക്കോസ്. എങ്ങനെ എഴുതാൻ നോക്കിക്കോ? ബിക്കോസ് നമ്മൾ ഇവിടെ എഴുതിയ സാധനം ഉണ്ടല്ലോ, ഈ റിലേഷൻ ഉണ്ടല്ലോ, അത് അതേപോലെ ഇവിടെ എടുത്ത് ചെയ്താൽ. ബിക്കോസ് നമുക്കറിയാം എൽ പ്രൊപ്പോർഷണൽ ടു 1/f ആണ്. എൽ പ്രൊപ്പോർഷണൽ ടു 1/f ആണ്. ഇവിടെയുള്ള റിലേഷൻ ഞാൻ അതേപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ സിമ്പിൾ വെച്ച് പറഞ്ഞാൽ എന്താ? നീളം കൂടിക്കഴിഞ്ഞാല് ഫ്രീക്വൻസി കുറയുന്നല്ലേ നമ്മൾ പറഞ്ഞത്? അത് ഇവിടെ വേർഡ്സിൽ പറഞ്ഞു കൊടുക്കുക. സോ എങ്ങനെ പറയേണ്ടത് നോക്കിക്കോ? വെൻ ലെങ്ത് ഇൻക്രീസസ്, വെൻ ലെങ്ത് ഇൻക്രീസസ്, അതായത് ഈ ഒരു സാധനം വെൻ ലെങ്ത് ഇൻക്രീസസ് ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. സോ വെൻ ലെങ്ത് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. ഫ്രീക്വൻസി ഡിക്രീസസ്. മലയാളത്തിൽ എന്താ പറയാ? നീളം കൂടുന്നതനുസരിച്ച്
ആവൃത്തി എഫ് എന്ത് ചെയ്യും, കുറയുന്നു എന്ന് പറയാം. സോ ഇതാണ് നിങ്ങളുടെ ആൻസർ. സെറ്റ് ആണോ? സെറ്റ് അല്ലേ? ഇത്രയുള്ള ലോജിക്ക് ഭയങ്കര ഈസി ഉള്ള കാര്യം. നമ്മൾ റഫായിട്ട് ചെയ്ത് നോക്കും, ആ റഫായിട്ട് ചെയ്ത കാര്യങ്ങൾ നേരെ എന്ത് ചെയ്യും, മാറ്റിയാണ്ട് ഇതും ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മാർക്ക് പറഞ്ഞു തരാൻ കഴിയാൻ നോക്കാം. സി ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ റഫായിട്ട് ചെയ്യാം കേട്ടോ. സി ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ബോബ് ഓസിലേറ്റ് വിത്ത് മിനിമം പീരീഡ് വൈ? കുറഞ്ഞ പീരീഡിൽ ആരാണ് വൈബ്രേറ്റ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം നാലാണ് തമ്മിൽ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഒരു സാധനം എല്ലാണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന സാധനം എന്താ? ബി ക്വസ്റ്റ്യനില്, സോറി സി ക്വസ്റ്റ്യനില് പീരീഡ് ആണ് തന്നുള്ളത്. എന്താന്നുള്ളത്? പീരീഡാ തന്നുള്ളത്. സോ രണ്ടാമത്തെ ആളും കിട്ടി. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് എന്താണ്? പീരീഡ് ആണ്, ടി ആണ്. ഇനി ഇവർ തമ്മിലുള്ള ബന്ധം നോക്കിയാൽ പോരെ? എല്ലും ടിയും തമ്മിലുള്ള ബന്ധം എന്താ? രണ്ടാളും ടോളിൽ ഉണ്ടായിരുന്നവർ തമ്മിലുള്ള ബന്ധം എന്താ? ഡയറക്റ്റ് ആണ്, എൽ പ്രൊപ്പോർഷണൽ ടു ടി എന്ന് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പീരീഡ് എന്തുവാണെന്ന് പറയുന്നത്? മിനിമം വേണം, പീരീഡ് കുറവ് വേണം. സോ പീരീഡ് കുറക്കുക, പീരീഡ് എന്ത് ചെയ്യുക? കുറക്കുക. പീരീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് എന്ത് ചെയ്യും? കുറയും. പിന്നെ ആർക്കാ ലെങ്ത് കുറവ് നോക്കിയാൽ പോരെ? ക്വസ്റ്റ്യനിൽ ലെങ്ത് കുറവുള്ളത് ആർക്കാണ്? സിക്കാണ്. സോ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. കിട്ടിയില്ല നിങ്ങൾക്ക്? സി ആണ്. കാരണം ബിക്കോസ് ഇനി നമ്മൾ റീസൺ എഴുതുക, ഈ റിലേഷൻ ഇതേപോലെ എടുത്ത് എഴുതുക, എൽ പ്രൊപ്പോർഷണൽ ടു ടി. ഇനി ഇവിടെ നിങ്ങൾ സിമ്പിൾ ആക്കി പറഞ്ഞ കാര്യം, സിമ്പിൾ ഒരിക്കലും ആൻസർ എഴുതരുത്. കാരണം നിങ്ങൾ ഈ സിമ്പിൾ എഴുതി കഴിഞ്ഞാൽ അതിനൊന്നും എവിടെ ഇല്ല, പബ്ലിക് എക്സാം നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. ആ ഒരു റൂൾ പ്രകാരം സിമ്പിൾസ് നമ്മൾ എന്ത് കൊടുക്കാൻ പാടില്ല? മാർക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഈ സിമ്പിൾ ആക്കുന്ന സാധനം നിങ്ങൾ എന്താക്കി പറയാ? വേർഡ്സ് ആക്കി പറയാം. സോ ബിക്കോസ് നിങ്ങൾ പറയാം പ്രൊപ്പോർഷണൽ ടു ടി എന്ന് എഴുതുക, എന്നിട്ട് എഴുതി കൊടുക്കുക വെൻ ലെങ്ത് ഡിക്രീസസ് പീരീഡ് ഓൾസോ ഡിക്രീസസ്. നീളം കുറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് എന്ത് ചെയ്യും? കുറയും. അതന്നെ നമ്മുടെ ഇതിലുള്ളത്. നീളം കുറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് എന്ത് ചെയ്യും? കുറയും. സോ നമുക്കറിയാം നീളം കുറയുന്നതനുസരിച്ച് പീരീഡ് എന്ത് ചെയ്യും? കുറയും. പീരീഡും കുറയുന്നു. സോ ഇതാണ് നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞത്. സെറ്റ് ആണോ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മക്കൾക്ക് പറഞ്ഞുതരാൻ കഴിയും. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ബോബ് ഓസിലേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ പരമാവധി ആയതിയിൽ ആരെ കമ്പനം ചെയ്യുക, തോലനം ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നേരത്തെ പോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഡി ക്വസ്റ്റ്യൻ അല്ലേ? ഡി ക്വസ്റ്റ്യൻ നമുക്കറിയാം ഒരു സാധനം എൽ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്, എ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആംപ്ലിറ്റ്യൂഡ് ആയതുകൊണ്ട് ഞാൻ എന്ത് നിർത്തും? എ നിർത്തും. എല്ലും എ തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങൾ പറ. യെസ്, വെരി ഗുഡ്. രണ്ടാളും ടോളിൽ എന്തുണ്ടായതുകൊണ്ട് ഡയറക്റ്റ് ആണ്. ഇനി ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പറയുന്നത്? മാക്സിമം വേണം, കൂടുതൽ വേണം. സോ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുക. ആംപ്ലിറ്റ്യൂഡ് കൂട്ടി കഴിഞ്ഞാൽ ലെങ്ത് എന്ത് ചെയ്യും? കൂടും. കാരണം ഡയറക്റ്റ് അല്ലേ? ആർക്കാണ് ലെങ്ത് കൂടുതൽ നോക്കിയാൽ മതി. ലെങ്ത് ആർക്കാ കൂടുതലുള്ളത്? ബിക്കാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും ബി ആണ്. ഇനി റീസൺ എഴുതണ്ടേ? റീസൺ എങ്ങനെ എഴുതുക? ബിക്കോസ് ഈ റിലേഷൻ അതേപോലെ ഇത് എൽ പ്രൊപ്പോർഷണൽ ടു എ. എന്നിട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ വേർഡ്സിലാക്കി പറയാം. വെൻ ലെങ്ത് ഇൻക്രീസസ് ആംപ്ലിറ്റ്യൂഡ് ഓൾസോ ഇൻക്രീസസ്. മലയാളത്തിൽ എന്താ പറയാ? നീളം കൂടുന്നതനുസരിച്ച് ആയതിയും കൂടും. നീളം കൂടുന്നതിനനുസരിച്ച് ആയതിയും കൂടുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. സോ ഇതാണ് റിലേഷൻസ് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ. മക്കൾക്ക് പക്കയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, പഠിച്ചു പോകട്ടോ. എക്സാമിന് എന്ത് ചെയ്യും? ചോദിക്കും, പല രീതിയിലും ചോദിക്കും. പ്രയാസമൊന്നുമില്ലല്ലോ. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റിയാണ്ടേക്കാരം എക്സാം ചോദിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ സാധനം മേലെ സാധനം വെച്ചാൽ താഴത്തേക്ക് ഇങ്ങനെ പെൻഡുലുള്ള കേസല്ലേ? എക്സാം ചിലപ്പോൾ എന്ത് ചെയ്യും? താഴെ ഒരു വുഡൻ ബ്ലോക്ക് വെച്ചാൽ മേലെ കൊല്ല ആണി ഇങ്ങനെ നടക്കും. നാല് ആണി ഇറന്നിട്ട് ഏത് ആണിക്കാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ആർക്കാണ് മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്നാ ചോദിക്കും. അപ്പൊ ഇങ്ങനെ എ ബി സി ടി, ഏത് ആണിയാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കാര്യം ചോദിക്കാം. അപ്പൊ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നാലാണ് നമ്മൾ വ്യത്യാസമുള്ളത് എന്തിലാണ്? ലെങ്ത്തിലാണ്. രണ്ടാമത്തെ ആൾ ഇങ്ങനെ ക്വസ്റ്റ്യനിലൊക്കെ കിട്ടും. അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നെങ്കിൽ ഇങ്ങനെ താഴത്തേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങോട്ട് ഉണ്ടാവും, മേലേക്ക് ഉണ്ടാവും. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എവിടെ ഉണ്ടാവും? എക്സാമിന് ഉണ്ടാവും. മക്കൾ ചെയ്ത് കൊടുക്കണം. പ്രയാസമൊന്നുമില്ലല്ലോ. എവിടെയെങ്കിലും കത്താത്തുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ ഒന്നുകൂടെ കണ്ടു നോക്കുക. എക്സാമിന് എന്ത് ചെയ്യും? ചോദിക്കും. മക്കൾ പഠിക്കട്ടോ. പ്രയാസമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് കത്തും. വലിയ പ്രയാസമൊന്നുമില്ല. ചെറിയ ലോജിക്കാണ്. കിട്ടിക്കാൻ ഞങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെയാണ് മെത്തേഡ് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ വെറൈറ്റിക്ക് പോയല്ലേ നമ്മള്. അപ്പൊ രണ്ടാമത്തെ വെറൈറ്റി ആണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസുമായി ബന്ധപ്പെട്ട ലോജിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇതൊന്നുകൂടെ രസമാണ്. കാരണം നമ്മൾ ആ റിലേഷൻ പഠിച്ചില്ലേ? അത്ര കണ്ട് എഫേർട്ട് ഇല്ല ഇത് പെട്ടെന്ന് കിട്ടും. കാരണം ചെറിയ ലോജിക്കാണ്. ഇത് കത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, സോ ലോജിക്ക് എത്ര ഉള്ളൂ മക്കൾ നോക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കയ്യില് ഒരു ട്യൂണിംഗ് ഫോക്ക് ഉണ്ട്, ഒരു ടാബ്ലോ ഉണ്ട്. ഒരു ട്യൂണിംഗ് ഫോക്ക് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു ടാബ്ലോ ഉണ്ട്. ഈ ട്യൂണിംഗ് ഫോക്ക് ഞാൻ ഇവിടെ കിടന്നാണ്ട് വൈബ്രേറ്റ് ചെയ്യിച്ചു. എന്ത് ചെയ്യിച്ചു? ഇത് കിടന്നാണ്ട് ഞാൻ വൈബ്രേറ്റ് ചെയ്യിച്ചു. ആ ട്യൂണിംഗ് ഫോക്ക് ഞാൻ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ സാധനം വൈബ്രേറ്റ് ചെയ്യുമല്ലോ, കമ്പയറും ചെയ്യുമല്ലോ.
ഒരു ട്യൂണിംഗ് ഫോക്ക് ഞാൻ നേരെ എടുത്ത് കണ്ട് ടേബിൾ വെച്ച് കഴിഞ്ഞാൽ ടേബിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ്. കാരണം വൈബ്രേറ്റ് ചെയ്യുന്ന സാധനം നേരെ കൊണ്ട് കണ്ട് ടേബിൾ വെച്ച് കഴിഞ്ഞാൽ ടേബിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പരിപാടി നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുക. എന്തെന്ന് പറയുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്തെന്ന് പറയും? പ്രണോദിത കമ്പനം എന്ന് പറയും. എന്തെന്ന് പറയും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനം എന്ന് പറയും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഒരു ചെങ്ങായി മറ്റേ ചെങ്ങായിനെ വൈബ്രേറ്റ് ചെയ്യുന്ന പരിപാടി നമ്മൾ എന്തെന്ന് പറയും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. ഓക്കെ, അതിൽ നമ്മൾ ബേസിക്കലി എന്തെന്ന് പറയും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. ഇനി ഇതില് സപ്പോസ് ഇതൊന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ടാബിൾ കേട്ടോ. ഈ ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് ഒരു 512 ഹെഡ്സും ഈ വരുന്ന ആളുടെ ഫ്രീക്വൻസി ഒരു 512 ഹെഡ്സുമാണ് ഓടിക്കുക. രണ്ടാളുടെയും ഫ്രീക്വൻസി എന്താണ്? സെയിം ആണ്. ഇപ്പൊ ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി 512 ഹെഡ്സും വരുന്ന ആളുടെ 512 ഹെഡ്സും ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള വൈബ്രേഷന്റെ പവർ കൂടും. എന്ത് കൂടും? ഇപ്പൊ ഫോഴ്സ് വൈബ്രേഷൻ നടക്കും, പക്ഷെ ഫോഴ്സ് വൈബ്രേഷൻ ഒന്നും കൂടി എന്ത് ചെയ്യും? അടിപൊളിയായിട്ട് നടക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ചിത്രം ഒന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കോ, 2 ടേബിള്, 2 ട്യൂണിംഗ് ഫോക്ക്. ഓക്കെ, ടേബിളിന്റെ ഫ്രീക്വൻസി 512 ഹെഡ്സ് ആണ്, ഇതിന്റെ ഫ്രീക്വൻസിയും 512 ഹെഡ്സ് ആണ്. ഈ ട്യൂണിംഗ് ഫോക്കിന്റെ 256 ഹെഡ്സ് ആണ്, ഈ ട്യൂണിംഗ് ഫോക്കിന്റെ 512 ഹെഡ്സ് ആണ്. ക്ലിയർ അല്ലേ? ഈ 2 ട്യൂണിംഗ് ഫോക്കും ഞാൻ എക്സൈറ്റ് ചെയ്താണ്ട് എവിടെ കൊണ്ടുപോയി വെക്കാണ്? ടേബിളുമ്മ കൊണ്ടുപോയി വെക്കാണ്. 2 ടേബിളുമ്മ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും രണ്ടും എന്ത് നടക്കും? ഫോഴ്സ് വൈബ്രേഷൻ നടക്കും, ടേബിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന സൗണ്ട് കുറവേക്കാരം, ഇവിടെ ഉണ്ടാവുന്ന സൗണ്ട് എന്തേക്കാരം? കൂടുതലേക്കാരം. കാരണം രണ്ടാളും ഫ്രീക്വൻസി സെയിം ആവില്ലേ? ഫ്രീക്വൻസി ആവുന്ന സമയത്ത് നല്ല പോലെ വൈബ്രേറ്റ് ചെയ്യും. രണ്ടിടത്തും ഫോഴ്സ് വൈബ്രേഷൻ നടക്കുന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് വൈബ്രേറ്റ് ചെയ്യാ രണ്ടാളുടെയും ഫ്രീക്വൻസി സെയിം ആവുന്ന സമയത്ത്. അങ്ങനെ ഫോഴ്സ് വൈബ്രേഷൻ നല്ല അടിപൊളിയായിട്ട് നടക്കുമല്ലോ, നല്ല പോലെ വൈബ്രേറ്റ് ചെയ്യുന്ന പരിപാടി നമ്മൾ എന്തെന്ന് പറയും? റെസൊണൻസ് എന്ന് പറയും. എന്തെന്ന് പറയും? റെസൊണൻസ് അല്ലെങ്കിൽ അനുനാദം എന്ന് പറയും. റെസൊണൻസ് അഥവാ അനുനാദം. ഇതാണ് ലോജിക്ക്. ക്ലിയർ അല്ലേ മക്കൾക്ക്? അപ്പൊ ഒരു സാധനം വേറൊരു സാധനത്തിനെ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് വൈബ്രേഷൻ. ഇനി അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പവർ കൂടി, നല്ല സൗണ്ട് കൂടി എന്നൊക്കെ പറഞ്ഞ സാധനം എന്താണ്? റെസൊണൻസ് ആണ്. കുറച്ച് ടേമുകൾ നിങ്ങൾ പഠിച്ചേക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൗണ്ട് കൂടി എന്ന് പറയുമ്പോൾ, സൗണ്ട് കൂടി എന്ന് പറയും, അല്ലെങ്കിൽ വൈബ്രേഷന്റെ പവർ കൂടി എന്ന് പറയും, എന്തെങ്കിലും സാധനം ഇപ്പൊ വെച്ചോട്ട് ഇങ്ങനെ തെറിച്ചു പോയി എന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക സാധനം എന്തേകാരം? റെസൊണൻസ് ഏകാരം, അനുനാദം ഏകാരം. അല്ലാതെ വെറുതെ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ സാധനം എന്തേകാരം? ഫോഴ്സ് വൈബ്രേഷൻ ഏകാരം. അങ്ങനെ റെസൊണൻസ് ആയി കഴിഞ്ഞാൽ അടുത്ത തോലി ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ വന്ന ആളെ ഫ്രീക്വൻസി എത്രയെന്നാ ചോദിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയെന്നാ ചോദിക്കുക. സോ നിങ്ങൾ മനസ്സിലാക്കുക, റെസൊണൻസ് ആവുന്ന സമയത്ത് രണ്ടാളുടെയും ഫ്രീക്വൻസി സെയിം ആവില്ലേ? അപ്പോ ഇവന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയെന്ന് ചോദിച്ചാൽ വരുന്ന ആൾ എത്രയെന്ന് നോക്കിയാൽ മതി. അതേ ഫ്രീക്വൻസിയാണ് ആർക്കുണ്ടാവുക? ടേബിളിന് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പൊ റെസൊണൻസ് ആയി കഴിഞ്ഞാൽ അടുത്തോട് ചോദിക്കുക നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വന്നത് എത്ര ഫ്രീക്വൻസി ആണോ നോക്കുക. ആ ഫ്രീക്വൻസി തന്നെക്കാരം എന്ത്? ഇവന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. കാരണം നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണ് സമയത്താണ് എന്തുണ്ടാവുക? റെസൊണൻസ് ഉണ്ടാവുക. സോ ഇതാണ് ലോജിക്ക്. ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. ഒരു ഒബ്ജക്റ്റ് വേറെ ഒബ്ജക്റ്റിനെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് വൈബ്രേഷൻ. അങ്ങനെ ഫോഴ്സ് വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് സൗണ്ട് കൂടി, പവർ കൂടി, എന്തെങ്കിലും സാധനം തെറിച്ച് പോയി എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ റെസൊണൻസ്. റെസൊണൻസ് ആയി കഴിഞ്ഞാൽ അടുത്തൊരു ചോദിക്കും നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് ചോദിക്കും. അപ്പൊ വന്നത് ആരാ നോക്കുക? രണ്ടാളുടെ ഫ്രീക്വൻസിന്റെ കാരം സെയിം ഏകാരം. ഇതാണ് ലോജിക്ക്. കിട്ടിയിട്ടില്ലേ? ഇത് വെച്ചാണ്ട് കുറച്ച് നല്ല രസമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ നമുക്ക്. സോ മക്കൾ നോക്കിക്കോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. When a tuning fork of frequency 512 Hz is excited and stem is pressed on the table, does the table vibrate in this situation? What is this phenomenon known as? ഒന്നുമില്ല, 512 ഹെഡ്സിലെ ട്യൂണിംഗ് ഫോക്ക് എക്സൈറ്റ് ചെയ്തു, ഉത്തേജിപ്പിച്ച് വെച്ചാൽ വൈബ്രേറ്റ് ചെയ്തു. അത് നേരെ ടേബിളിൽ കൊണ്ടു വെച്ചാൽ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുമെന്നാ ചോദിച്ചില്ല. ടേബിൾ വൈബ്രേറ്റ് ചെയ്യോ? യെസ്, ഒബ്വിയസ്ലി ടേബിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. സോ ആൻസർ ചെയ്യാൻ പോകുന്നത് യെസ്, ടേബിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഫിനോമിനൻ നമ്മൾ എന്ത് എന്നാ പറയാ? യെസ്, വെരി ഗുഡ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. എന്തെന്ന് പറയും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. സോ നമുക്ക് ആൻസർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക, ടേബിൾ വൈബ്രേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് അതേന്ന് പറയാം. ടേബിൾ എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. ഈ ഒരു പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് വെച്ചാൽ നമുക്ക് പറയുന്നത് എന്താണ് സാധനം? പ്രണോദിത കമ്പനാണ്. പ്രണോദിത കമ്പനം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ മക്കൾക്ക്? ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോയാലോ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Two pit balls are suspended near the two prongs of a tuning fork fixed on the table so that it touches the prongs. As a person plays a piano sitting near the system. ഒന്നുമില്ല, ഒരു ചങ്ങായി പിയാനോ വായിക്കുന്നുണ്ട്. ആ പിയാനോ വായിക്കുമ്പോൾ പിയാനോ വായിക്കുന്ന സ്ഥലമല്ലേ, അവിടെ ട്യൂണിംഗ് ഫോക്ക് ഉണ്ട്. ട്യൂണിംഗ് ഫോക്കും ഒരു പിത്ത് ബോൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കണേ. എന്നിട്ട് പറഞ്ഞു, ഇൻ ദിസ് കേസ് പിത്ത് ബോൾസ് മൂവ് സ്ലൈറ്റ്ലി, വാട്ട് ഈസ് ദ റീസൺ? ആ ചങ്ങായി ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് പിത്ത് ബോൾ ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഇത്ര ഉള്ളൂ. ഒരു ചങ്ങായി പിയാനോ വായിക്കാണ്. പിയാനോന്റെ അപ്പുറത്ത് ട്യൂണിംഗ് ഫോക്ക് ഉണ്ട്, അതിമൊരു പിത്ത് ബോൾ ഉണ്ട്. ഇവൻ പിയാനോ വായിക്കുന്ന സമയത്ത് ട്യൂണിംഗ് ഫോക്കും ഉള്ള പിത്ത് ബോൾ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അനങ്ങുന്നുണ്ട്. സോ അതെന്താണ്?
ഇവിടെ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ അവിടെ വൈബ്രേറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വൈബ്രേഷൻ നമ്മൾ എന്ത് വൈബ്രേഷൻ എന്ന് പറയാ മക്കളെന്ന് പറഞ്ഞാൽ എന്ത് വൈബ്രേഷൻ എന്ന് പറയാ? യെസ്, വെരി ഗുഡ്. അതെന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. സോ വാട്ട് ഈസ് ദ റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക സാധനം എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്, പ്രണോദിത കമ്പനാണ്. പ്രയാസമൊന്നുമില്ലല്ലോ. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രണോദിത കമ്പനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ മക്കൾക്ക്? ഭയങ്കര ഈസി അല്ലേ? സോ ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. While playing certain notes on the piano, the pithballs are thrown to a maximum distance. Which phenomenon is responsible for this? ഇത്രേ ഉള്ളൂ. ചില നോട്ട്സ് വായിക്കുമ്പോൾ, ചില കീസ് വായിക്കുമ്പോൾ പിറ്റ്ബോൾ കുറച്ച് അധികം എന്ത് ചെയ്യുന്നുണ്ട്? ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ ആണെങ്കിൽ അവർ ഒന്നും കൂടി ഉഷാറായിട്ട് അനങ്ങുന്നുണ്ടെന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടായിട്ടുണ്ടാവും? വൈബ്രേഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ, സൗണ്ട് കൂടിയില്ലെങ്കിൽ എന്തുണ്ടായിട്ടുണ്ടാവും? യെസ്, വെരി ഗുഡ്. എന്തുണ്ടായിട്ടുണ്ട്? റെസൊണൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അതിന്റെ കാരണം എന്താണ്? റെസൊണൻസ് ആണ്. ഇത്രേ ഉള്ളൂ ലോജിക്ക്. റെസൊണൻസ് ആണ്, അനുനാദാണ്. അനുനാദാണ്. കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്? ഇത്ര ഉള്ളു പരിപാടി. ഒരു ചങ്ങായി വേറെ ചങ്ങായിനെ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് വൈബ്രേഷൻ, പ്രണോദിത കമ്പനം. പക്ഷെ ഒന്നും കൂടി ഉഷാറായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, വൈബ്രേഷന്റെ പവർ കൂടുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സാധനം എന്താണ്? റെസൊണൻസ് ആണ്, അനുനാദാണ്. പരിപാടി ചെയ്യും. ക്ലിയർ ആവും. ഈസി അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 strings A, B and C made up of same material is fixed on a wooden block using nails as shown. 3 identical paper riders are placed above the strings. When a tuning fork of frequency 512 Hz is excited and pressed on the wooden block, paper rider on the B is thrown away from it. ഒന്നുമില്ല, ഒരു വുഡൻ ബ്ലോക്ക് ഉണ്ട്. മീ എ ബി സി എന്ന് കാണുന്നത് 3 കോപ്പർ വയറാ, 3 ചെമ്പ് കമ്പിയാണ് എ ബി സി എന്ന് വെച്ചാണ് അടിച്ചു വെച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഗിറ്റാറിന്റെ സ്ട്രിങ് ഇല്ലേ, അതേപോലെ ഒരു മരത്തിന്റെ കഷ്ണം എടുത്താണ് 3 കമ്പി ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കണേ. ആ 3 കമ്പിന്റെ മേലെയും ഇങ്ങനെ വരച്ചിട്ടുള്ളത് പേപ്പർ റൈഡർ ആണ്. പേപ്പർ റൈഡർ എന്ന് വെച്ചാൽ പേപ്പറിന്റെ കഷ്ണം ഉണ്ടല്ലോ, അത് 3 കമ്പിന്റെ മേലും ഓരോ പേപ്പറിന്റെ കഷ്ണം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചെങ്ങായി പറഞ്ഞു 512 ഹെഡ്സിലെ ട്യൂണിംഗ് ഫോക്ക്, നല്ലപോലെ ശ്രദ്ധിക്കണം, 512 ഹെഡ്സിലെ ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ് ചെയ്യിച്ചാണ്ട് ഇതിമ വെച്ചപ്പോ ബിയും ഉണ്ടായിരുന്ന പേപ്പർ റൈഡർ എന്ത് ചെയ്തു? തെറിച്ചുപോയി. ബിയും ഉണ്ടായിരുന്ന പേപ്പർ റൈഡർ എന്ത് ചെയ്തു? തെറിച്ചുപോയി. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ മക്കൾക്ക് അറിയാം എന്താ സംഭവം. അങ്ങനെ തെറിച്ചു പോയി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ സംഗതി എന്തേക്കാരം? റെസൊണൻസ് ഏക്കാരം, അനുനാദേക്കാരം. അത് തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഫിനോമിനൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? ഇതിന് കാരണമായ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചില്ല. സോ സാധനം എന്താണ്? യെസ്, വെരി ഗുഡ്. സാധനം റെസൊണൻസ് ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ പറയാൻ പറ്റും റെസൊണൻസ് ആണ്. റെസൊണൻസ്, അനുനാദം. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സ്ട്രിംഗ്? ഞങ്ങളോട് പറഞ്ഞു റെസൊണൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥത്തിൽ എന്താ ചോദിക്കുക? നാച്ചുറൽ ഫ്രീക്വൻസി ആണ് ചോദിക്കുക. നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണെന്നുണ്ടെങ്കിൽ വന്നത് ആരാ നോക്കിയാൽ പോരെ? വന്നത് എത്ര ഹെഡ്സാ? 512 ഹെഡ്സ് ആണ്. സോ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്? 512 ഹെഡ്സ് ആണ്. ഈസിയാണ്. സോ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് 512 ഹെഡ്സ് ആണ്. പ്രയാസമൊന്നുമില്ലല്ലോ. ഓക്കെ, ഫൈൻ. സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ കുറച്ച് വെറൈറ്റി ആണ്. സോ വാട്ട് ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സ്ട്രിംഗ് എ? ഓക്കെ, ബിന്റേത് 512 ഹെഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്റേത് എത്രയെന്നാ ചോദിച്ചിട്ടുള്ളത്? എന്റേത് എത്രയെന്ന് ചോദിക്കണം. ഇതൊക്കെ കമ്പാരിസൺ അല്ലേ? അതായത് 3 ആൾക്കാരിലും ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. 3 ആൾക്കാരുണ്ട്. ആ 3 ആൾക്കാർ വെച്ച് കമ്പയർ ചെയ്യല്ലേ? ആയിക്കോട്ടെ, ബിന്റേത് എത്രയാണെങ്കിൽ എന്റെ എത്രയെന്ന് ചോദിക്കുന്നത് കമ്പാരിസൺ അല്ലേ? കമ്പാരിസൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ നമ്മൾ ആൻസർ ചെയ്യാം? യെസ്, വെരി ഗുഡ്. എന്ത് വെച്ചാൽ ആൻസർ ചെയ്യണം? റിലേഷൻ വെച്ചാണ് ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ ആൻസർ ചെയ്തേരാ, ശ്രദ്ധിച്ചോട്ടോ. ആൻസർ ചെയ്യാൻ പോകുന്നത് സി ക്വസ്റ്റ്യൻ. റിലേഷൻ വെച്ചാണ് ആൻസർ ആണ്. നേരത്തെ പോലെയാണ് എന്ത് ചെയ്തു? റഫായിട്ട് ചെയ്യാൻ പോണ്. ഈ 3 സ്ട്രിങ്ങും തമ്മിൽ വ്യത്യാസം എന്തിലാണുള്ളത്? ലെങ്ത്തിലാണുള്ളത്. നമ്മുടെ സാധനം എന്ന് പറയുന്നത് എന്താ? ഇവിടെ ഫ്രീക്വൻസി ആണ്. സോ രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയാണ്. എല്ലും എഫും കിട്ടി. ഇവർ തമ്മിലുള്ള ബന്ധം എന്താ? ഡയറക്റ്റ് ഇൻവേഴ്സാ. യെസ്, വെരി ഗുഡ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എൽ പ്രൊപ്പോർഷണൽ ടു 1/f എന്ന് എഴുതുക. ഓക്കെ അല്ലേ? ഇനി ഫ്രീക്വൻസി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആർക്കാണ്? ഇഫ് സോ വാട്ട് ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സ്ട്രിംഗ് എ എന്നാ ചോദിച്ചിട്ടുള്ളത്. എന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് മനസ്സിലാവും. ബിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എക്ക് ലെങ്ത് കൂടുതലാ കുറവാ? ലെങ്ത് എന്താണ്? കുറവാണ്. അപ്പൊ ലെങ്ത് കുറവാക്കുക, ലെങ്ത് കുറക്കുക. സോ ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടും. ലെങ്ത് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ഓക്കെ അല്ലേ? അപ്പോ എ എന്ന് പറഞ്ഞാൽ ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എന്തേക്കാരം? കൂടുതലേക്കാരം. അതല്ലേ ഇതിന്റെ അർത്ഥം? നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലായി എക്ക് ലെങ്ത് കുറവാ. എക്ക് ലെങ്ത് കുറവാണെങ്കിൽ ഫ്രീക്വൻസി എന്തേക്കാരം നമുക്കറിയാം? കൂടുതലേക്കാരെന്ന് റിലേഷൻ വെച്ചാൽ നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ ഫ്രീക്വൻസി കൂടുതലാണ്. എത്രയിലേറെ കൂടുതലേക്കാരം? ബിക്ക് ഉള്ളിലേറെ കൂടുതലാവില്ലേ? ബിക്ക് എത്രയുള്ളത്? 512 ഹെഡ്സ് ആണ്. സോ നമുക്ക് പറയാം മോർ ദാൻ 512 ഹെഡ്സ് ആണെന്ന് പറയാം. ഒരിക്കലും ഇത്ര വാല്യൂ ആണെന്ന് കറക്റ്റ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. 512 കൂടുതലാണോ കുറവാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. സോ നമുക്ക് ഇവിടെ ഫ്രീക്വൻസി കൂടുതലാണെന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു മോർ ദാൻ 512 ഹെഡ്സ്. 512 ഹെഡ്സിനേക്കാൾ കൂടുതലാണെന്ന് പറയാം. സോ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. സെറ്റ് ആണോ? സെറ്റ് അല്ലേ? പ്രയാസമൊന്നുമില്ലല്ലോ. ഈസി ലോജിക് ആണ് കേട്ടോ. ഈ ഒരു ലോജിക്ക് ഇങ്ങനെ കൈവിടാതെ പോയാൽ മതി, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. വെൻ എ ട്യൂണിംഗ് ഫോക്ക് ഓഫ് ഫ്രീക്വൻസി 256 ഹെഡ്സ് ഈസ് എക്സൈറ്റഡ് ആൻഡ് സ്റ്റെം ഈസ് പ്രസ്ഡ് ആണ് കേട്ടോ. ഇവിടെ
ട്രസ്റ്റ് എന്ന് എഴുതുള്ളത്. സോ ട്രസ്റ്റ് അല്ല, ഇവിടെ പ്രസ്ഡ് ആണ്. സ്റ്റെം ഈസ് പ്രസ്ഡ് ഓൺ ദ ടേബിൾ വൈബ്രേറ്റ്സ്. ഒന്നുമില്ല, 256 ഹെഡ്സ് ഫ്രീക്വൻസിയിലെ ട്യൂണിംഗ് ഫോക്ക് എടുത്തുകൊണ്ട് ടേബിൾ വെച്ചപ്പോൾ ടേബിൾ എന്ത് ചെയ്തു? വൈബ്രേറ്റ് ചെയ്തു. വാട്ട് മേ ബി ദ റീസൺ? അതിനെ വൈബ്രേറ്റ് ചെയ്യാൻ കാരണം എന്താ? ഒരു സാധനം വേറെ സാധനത്തിന് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയാ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. വാട്ട് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് ടേബിൾ ഇൻ ദിസ് കേസ്? സോ ഇവിടെ ഉള്ളത് എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ വൈബ്രേറ്റ് ചെയ്യണ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഫ്രീക്വൻസി എത്രയാണ്? വരുന്ന ആൾ എത്രയാന്ന് നോക്കിയാൽ പോരെ. വരുന്ന എത്രയാണ്? 256 ഹെഡ്സ് ആണ്. സോ ഫ്രീക്വൻസി എന്നുള്ളത് എത്ര ഹെഡ്സ് ആണ്? 256 ഹെഡ്സ് ആണ്. ഈസി അല്ലേ? ഒന്നുകൂടെ മാറ്റി എഴുതി തരാം. ഇവിടെ ഉള്ളത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് 256 ഹെഡ്സ് ആണ്. ഓക്കെ, സോ ഇവിടെ ഉള്ളത് പ്രണോദിത കമ്പനാണ്. കമ്പനി ചെയ്യുന്ന ആവൃത്തി എന്ന് പറഞ്ഞത് 256 ഹെഡ്സ് ആണ്. സെയിം ലോജിക്ക്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. When the same experiment is performed with another tuning fork of frequency 512 ഹെഡ്സ്, സോൺ വാസ് ലൗഡർ, വാട്ട് ഈസ് ദ റീസൺ? ഇതേ പരീക്ഷണം 512 ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോക്ക് ഉപയോഗിച്ച് ആവർത്തിച്ചപ്പോൾ ശബ്ദം എന്ത് ചെയ്തു? കൂടുന്നതായിട്ട് കണ്ടു. സൗണ്ട് കൂടി എന്ന് പറഞ്ഞ സംഗതി ഉറപ്പിച്ച സാധനം എന്തേകാരം? റെസൊണൻസ് ആണ്. അപ്പൊ അവിടെ നടന്നൊക്കെ എന്താണ്? റെസൊണൻസ് ആണ്, അനുനാദാണ്. അതിന് റെസൊണൻസ് ആണ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ടേബിൾ അറ്റ് ദിസ് മൊമെന്റ്? അതിന്റെ ഫ്രീക്വൻസി എത്ര? റെസൊണൻസ് ആയത് ഈ ഒരു 512 ഹെഡ്സ് വെച്ചപ്പോഴല്ലേ. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 512 ഹെഡ്സ് ആണ്. ഈസി സാധനം. 512 ഹെഡ്സ് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇത്ര ഉള്ളു ലോജിക്ക്. കിട്ടിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഉണ്ടോ മക്കൾ? നോക്കാം. പിന്നെ there is a table with a natural frequency of 320 ഹെഡ്സ് and another table with the same surface area made up of the same material class room. ഒന്നുമില്ല, 320 ഹെഡ്സിൽ ഒരു ടേബിൾ ഉണ്ട്. അതേ സർഫസ് ഏരിയയും അതേ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ വേറെ ടേബിളും ഒരു ക്ലാസ്സിലുണ്ട് എന്ന് പറഞ്ഞു. ഇനി how many times per second will the table vibrate if you tap with the frequency of 320 ഹെഡ്സ്? 320 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള ഒരു സാധനം വെച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വട്ടം വൈബ്രേറ്റ് ചെയ്യുന്ന ചോദിച്ചുള്ളത്. കഴിഞ്ഞ ദിവസം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി അവിടെ 320 ഹെഡ്സ് എന്ന് വെച്ചാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിന്റെ അർത്ഥം എന്താ? ഒരു സെക്കൻഡ് എത്ര വട്ടം വൈബ്രേറ്റ് ചെയ്യുന്ന? 320 വട്ടം വൈബ്രേറ്റ് ചെയ്യുന്നല്ലേ. അതേപോലെ ഈ 320 ഹെഡ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര വട്ടം വൈബ്രേറ്റ് ചെയ്യും? 320 വട്ടം വൈബ്രേറ്റ് ചെയ്യും. സോ അതേ ആൻസർ ചെയ്ത് കൊടുക്കുക. എത്ര വട്ടം വൈബ്രേറ്റ് ചെയ്യുക? 320 ടൈംസ് ആണ്. 320 ടൈംസ് എത്ര പ്രാവശ്യമാണ്? 320 പ്രാവശ്യം. കിട്ടിയിക്കണോ കിട്ടിയില്ലേ? പ്രയാസമൊന്നുമില്ലല്ലോ. സോ മനസ്സിലാക്കിയാൽ മതി. 320 ഹെഡ്സ് എന്ന് വെച്ചതിന്റെ അർത്ഥം ഒരു സെക്കൻഡിൽ 320 ടൈംസ് വൈബ്രേറ്റ് ചെയ്യും. 320 തവണ വൈബ്രേറ്റ് ചെയ്യുന്ന. ഈസി അല്ലേ? പ്രയാസമില്ലല്ലോ. സോ എന്നാ ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. Name the type of vibration produced on the first table if the stem of an excited tuning fork of frequency 256 is pressed on it. ഈ 256 ഉള്ളത് പ്രസ് ചെയ്ത സമയത്ത് ഉണ്ടായ വൈബ്രേഷൻ അല്ലേ? അതിന് ആ വൈബ്രേഷൻ നമ്മൾ എന്താ പറയാ? ഒരു സാധനം മറ്റേ സാധനത്തിൽ വൈബ്രേറ്റ് ചെയ്യിക്കല്ലേ? ആ ഒരു വൈബ്രേഷൻ നമ്മൾ എന്തെന്ന് പറയും? യെസ്, വെരി ഗുഡ്. എന്ത് വൈബ്രേഷൻ എന്ന് പറയും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. എന്തെന്ന് പറയും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അഥവാ പ്രണോദിത കമ്പനം എന്ന് പറയും. പ്രണോദിത കമ്പനം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മക്കൾ നോക്കാം. When the same tuning fork is pressed on the second table, the sound from the table is heard loudly. What is the natural frequency of the table? Justify your answer. എന്നാ ചോദിച്ചില്ല. ആൻസർ ആണ് അപ്പുറത്തേക്ക് തരാട്ടോ. ആൻസർ ഈ ക്വസ്റ്റ്യൻ. ഈ ഒരു 256 ഹെഡ്സിലെ ട്യൂണിംഗ് ഫോക്ക് മറ്റേ ടേബിളിൽ വെച്ചപ്പോൾ സൗണ്ട് കൂടിയതാണ്. സൗണ്ട് കൂടിയണമെങ്കിൽ ഉറപ്പിച്ചു. ആൻസർ എന്ന് പറഞ്ഞത് എന്താണ്? റെസൊണൻസ് ആണ്. എന്താണ്? റെസൊണൻസ് ആണ്, അനുനാദാണ്. ഓക്കെ അല്ലേ? അനുനാദാണ്. സംഗതി ഉറപ്പിക്കുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ലോലി ചോദിച്ചിട്ടുള്ളത് then what is the natural frequency of the table? Justify your answer. സോ നാച്ചുറൽ ഫ്രീക്വൻസി പറഞ്ഞു കൊടുത്താൽ മതി. നാച്ചുറൽ ഫ്രീക്വൻസി എത്ര? റെസൊണൻസ് ആവുന്ന സമയത്ത് വന്ന ആളുടെ ഫ്രീക്വൻസി അല്ലേ നമ്മൾ നോക്കുക. വന്ന ആളുടെ ഫ്രീക്വൻസി എത്രയാണ്? 256 ഹെഡ്സ് ആണ്. സോ നാച്ചുറൽ ഫ്രീക്വൻസി 256 ഹെഡ്സ് ആണ്. കാരണം എന്താ? ബിക്കോസ് ഓഫ് റെസൊണൻസ്. ബിക്കോസ് ഓഫ് റെസൊണൻസ്. അതാണ് നിങ്ങളെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം വസ്തുക്കൾ എന്തിലാണ്? അനുനാദത്തിലാണെന്ന് പറയാം. വസ്തുക്കൾ അനുനാദത്തിലാണ്. സോ ഇതാണ് നിങ്ങളെ ആൻസർ. ക്ലിയർ അല്ലേ മക്കൾക്ക്? സെറ്റ് അല്ലേ? പ്രയാസമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈ ഒരു സാധനങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഈ തലയൊക്കെ മസാജ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സെയിം സാധനമാണ്. അത് വെച്ചിട്ട് ചങ്ങായി എക്സ്പെരിമെന്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ when a longer wire is made to vibrate, some students opine that all wires vibrate. What is your opinion? Justify your answer. അതായത് ഈ ചങ്ങായി പറഞ്ഞു ഒരു
വലുതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കുറെ വലിയ വയറും കുറെ ചെറിയ വയറുകളുണ്ടാവും. അതിൽ വലിയ വയറുണ്ടല്ലോ, നീളം കൂടിയ വയറ്, അത് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ചില സ്റ്റുഡൻസിന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞത് എല്ലാ വയസ്സും വൈബ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാ വയസ്സും എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? യെസ് ആണോ നോ ആണോ? അപ്പൊ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം വൈബ്രേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ യെസ് ആണോ നോ ആണോ? യെസ് ആണോ നോ ആണോ? യെസ് വെരി ഗുഡ്. എന്താണ്? യെസ് ആണ്. എല്ലാവരും ഒരേപോലെയല്ല വൈബ്രേറ്റ് ചെയ്യുക, പക്ഷെ അറ്റ്ലീസ്റ്റ് എല്ലാവരും എന്ത് ചെയ്യും, വൈബ്രേറ്റ്. എല്ലാവരും ഇപ്പൊ ഒരേപോലെ ആടണമെന്ന് ഒരു ചോദിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഓല് ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്യുമെന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്യും, ജസ്റ്റ് നിന്നോർത്ത് നിന്ന് അനങ്ങൂലേ. അപ്പൊ നമ്മൾ പറയാ ആൻസർ പറയാ വൈബ്രേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്താന്ന് പറയാ, യെസ് വൈബ്രേറ്റ് ചെയ്യുന്ന പറയും. അതിന് കാരണം എന്താണ്? ബിക്കോസ് ഓഫ് മക്കൾ പറഞ്ഞിട്ടില്ല. ഒരു ചങ്ങായിനെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ചങ്ങായി വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ ആ പരിപാടി നമ്മൾ എന്തെന്നാ പറയാ? യെസ് വെരി ഗുഡ്. ബിക്കോസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ബിക്കോസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, പ്രണോദിത കമ്പനം. ഓക്കെ അല്ലേ? പ്രണോദിത കമ്പനം കാരണം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണം, പ്രണോദിത കമ്പനം കാരണം. ഓക്കെ, സോ ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണം സംഗതി എന്ത് ചെയ്യും, എല്ലാ ആൾക്കാരും വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. When a shorter wire is made to vibrate, it is observed that only the shorter one vibrate with a maximum with a large amplitude. Why? Explain. ഒരു പറഞ്ഞിട്ടുള്ളത്, ചെറിയ വയർ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ വയർ മാത്രം മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും, ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് അനങ്ങുള്ളൂ എന്നാ പറഞ്ഞത്. അതിന്റെ റീസൺ എന്താ? എല്ലാ ചെറിയ വയറിനും ലെങ്ത് സെയിം ആയതുകൊണ്ടല്ലേ. എല്ലാ ചെറിയ വയറിനും ലെങ്ത് സെയിം ആണെന്നുണ്ടെങ്കിൽ എന്ത് സെയിം ആണെന്നാ പറയാ നിങ്ങള്? എന്ത് സെയിം ആണെന്ന് നിങ്ങൾ പറയാം? ഓല് എന്ത് സെയിം ആണെന്ന് പറയും? യെസ് വെരി ഗുഡ്. നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണെന്ന് പറയും. സോ നിങ്ങൾക്ക് ബി ക്വസ്റ്റിൽ നിങ്ങൾക്ക് പറയാം their natural frequency is same. ഇവിടെ എന്ത് സെയിം ആണെന്ന് പറയാ? സ്വാഭാവിക ആവൃത്തി തുല്യമാണെന്ന് പറയാം. സോ ഇതാണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ഈസി അല്ലേ മക്കൾക്ക്? സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാറുള്ള എന്ത് ലോജിക്കൽ ക്വസ്റ്റ്യൻസ്. ആകെ രണ്ട് ഏരിയാസേ ചോദിക്കലുള്ളൂ. ഒന്നെങ്കിൽ റിലേഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഇത് ചോദിക്കും, ഫോഴ്സ് വൈബ്രേഷൻ റെസൊണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കും. 100% ഷുവറാണ് മക്കൾ. എന്ത് ചെയ്യാം, പക്കയായിട്ട് പഠിച്ചു, പ്രയാസമൊന്നുമില്ലല്ലോ. സോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, വന്ന് ചോദിക്കുക. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലുണ്ടല്ലോ, എന്താ ടിങ് ടിങ് അടിക്കുക, പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് ഒരു പാർട്ടും കൂടി ചെയ്യാൻ, നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോൺ വേവ്സ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് എന്താവും, നമ്മൾ പഠിച്ചു കഴിയും. ഓക്കെ, സോ അതെന്ത് ചെയ്യുക, ആ വീഡിയോ മറ്റേ തൊട്ടടുത്ത ദിവസം തന്നെ വരിക. അതുവരേക്കും എല്ലാവരോടും ബൈ.